കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേയ്സിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18-ന് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാവുകയാണ്. സെപ്റ്റംബർ 18-നാണ് നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാകുന്നത്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഓണം എക്സാം 2024 6-ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് സോഷ്യൽ സയൻസ് സാമൂഹ്യശാസ്ത്രം എക്സാം ആണല്ലേ. അപ്പോൾ ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിച്ചിട്ടേ നിങ്ങൾ ഓണം എക്സാം എഴുതാൻ പോകാൻ പാടുള്ളൂ. ഇന്ന് ടീച്ചർ പാർട്ട് 3 ആണ് പഠിപ്പിക്കുന്നത്. പാർട്ട് 2ഉം പാർട്ട് 1ഉം ഉണ്ട്. അത് നാളെ ക്ലാസ് വരുന്നുണ്ടാവും കേട്ടോ. പാർട്ട് 1ഉം പാർട്ട് 2ഉം നാളെയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുക. പാർട്ട് 3 ആണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ പാർട്ട് 2 എക്സാമിന് മുൻപ് ടീച്ചർ കിഡ്സ് ഏരിയ ഓൺലൈൻ എന്ന യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യും. മറക്കാതെ കാണുക. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 3 പാർട്ടാണുള്ളത്. ഇത് പാർട്ട് 3 ആണ്. പാർട്ട് 1, പാർട്ട് 2 നാളെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഓക്കെ, എല്ലാവരും റെഡിയാണോ? അപ്പോൾ വേഗത്തിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, കിഡ്സ് ഏരിയ ഓൺലൈൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. എന്നാലേ പാർട്ട് 1ഉം 2 ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിയത്തുള്ളൂ കേട്ടോ. ക്ലാസ്സിലേക്ക് പോകാം. 3-ാമത്തെ പാഠമാണ് നമ്മൾ പാർട്ട് 3യിൽ പഠിക്കുന്നത്. 3-ാമത്തെ പാഠം കേരളം, മണ്ണും മഴയും മനുഷ്യനും. കേരള, ദ ലാൻഡ്, ദ റെയിൻ ആൻഡ് ദ പീപ്പിൾ. ഓക്കെ, 3-ാമത്തെ പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ടീച്ചർ പറയുന്നത്, എക്സാമിന് ചോദിക്കുന്നത് മാത്രം. പച്ചക്കറികളും ഭക്ഷ്യധാന്യങ്ങളുമൊക്കെ നമുക്ക് തന്നെ കൃഷി ചെയ്തുകൂടെ? ഇതിന് എന്തൊക്കെയാണ് അടിസ്ഥാന ഘടകങ്ങളായി വേണ്ടത്? ഇപ്പോൾ പച്ചക്കറികളായാലും ഭക്ഷ്യധാന്യങ്ങളായാലും പൂക്കളായാലും എന്തായാലും നമുക്ക് തന്നെ കേരളത്തിൽ കൃഷി ചെയ്തുകൂടെ? എന്തിനാണ് നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നത്? അന്യ സംസ്ഥാനങ്ങളെക്കാളും വളക്കൂറുള്ള നല്ല മണ്ണുമാണ്, ജലലഭ്യതയും നല്ലതുപോലെ ഉള്ള സ്ഥലമാണ് കേരളം. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മറ്റ് സ്ഥലങ്ങളിൽ പോയി മേടിക്കുന്നത്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് അടിസ്ഥാന ഘടകങ്ങളായി വേണ്ടത്? കൃഷിക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് എന്തൊക്കെ? വാട്ട് ആർ ദ എസെൻഷ്യൽ ഫാക്ടേഴ്സ്? വാട്ട് ആർ ദ എസെൻഷ്യൽ ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ ദെയർ കൾട്ടിവേഷൻ? കൃഷിക്ക് വേണ്ട എസെൻഷ്യൽ ഫാക്ടേഴ്സ്, അടിസ്ഥാന ഘടകങ്ങൾ. 1, വളക്കൂറുള്ള മണ്ണ്. എന്താ? ഫെർട്ടൈൽ സോയിൽ. വളക്കൂറുള്ള മണ്ണ്, ഫെർട്ടൈൽ സോയിൽ. 2, അനുയോജ്യമായ കാലാവസ്ഥ, ഫേവറബിൾ ക്ലൈമറ്റ്. രണ്ടാമത് നമുക്ക് വേണ്ടത് എന്താണ്? ഫേവറബിൾ ക്ലൈമറ്റ്, കാലാവസ്ഥ നല്ലതായിരിക്കണം, അനുയോജ്യമായിരിക്കണം. 3, ജലലഭ്യത, ജലം കിട്ടുന്ന സ്ഥലമായിരിക്കണം, ജലലഭ്യത. അവൈലബിലിറ്റി ഓഫ് വാട്ടർ, അവൈലബിലിറ്റി ഓഫ് വാട്ടർ. 4, മനുഷ്യാധ്വാനം, മനുഷ്യൻ്റെ അധ്വാനം വേണം, മാൻ പവർ. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ തന്നെ എന്ത് ചെയ്യാം? കൃഷി ചെയ്യാം. എന്തൊക്കെയാണ് വേണ്ടത്? വളക്കൂറുള്ള മണ്ണ്, ഫെർട്ടൈൽ സോയിൽ. അനുയോജ്യമായ കാലാവസ്ഥ, ഫേവറബിൾ ക്ലൈമറ്റ്. ജലലഭ്യത, അവൈലബിലിറ്റി ഓഫ് വാട്ടർ. മനുഷ്യാധ്വാനം, മാൻ പവർ. ഇത്രയും കാര്യങ്ങളുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നല്ലതുപോലെ കൃഷി ചെയ്യാം. അപ്പോൾ ഇതാണ് കൃഷിയുടെ അടിസ്ഥാന ഘടകങ്ങൾ. അപ്പോൾ എസെൻഷ്യൽ ഫാക്ടേഴ്സ് ഓഫ് കൾട്ടിവേഷൻ എന്ന് ചോദിച്ചാൽ എഴുതേണ്ട കാര്യങ്ങളാണ് ഫെർട്ടൈൽ സോയിൽ, ഫേവറബിൾ ക്ലൈമറ്റ്, അവൈലബിലിറ്റി ഓഫ് വാട്ടർ, മാൻ പവർ. കൃഷിക്ക് വേണ്ട അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ വളക്കൂറുള്ള മണ്ണ്, അനുയോജ്യമായ കാലാവസ്ഥ, ജലലഭ്യത, മനുഷ്യാധ്വാനം. തെറ്റിക്കാതെ എഴുതുമല്ലോ. യെസ്. രണ്ടാമത് നമ്മൾ പഠിക്കാനുള്ളത്
നമ്മൾ കേരളത്തെ എങ്ങനെ തരംതിരിച്ചിരിക്കുന്നു? ഒന്നാമത്തേത് ഹൈലാൻഡ്, മലനാട്. മല നല്ല ഉയരമാണല്ലോ, മല. ഹൈലാൻഡ്, മലനാട്. ഒന്നെന്താണ്? ഹൈലാൻഡ്, മലനാട്. ഹൈലാൻഡ്, മലനാട്. ഹൈലാൻഡിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ്. ടെമ്പറേച്ചർ ബിലോ 30 ഡിഗ്രി സെൽഷ്യസ്. ടെമ്പറേച്ചർ എങ്ങനെയാണ്? താപനില എങ്ങനെയാണ്? 30 ഡിഗ്രി സെൽഷ്യസിന് താഴെ. ടെമ്പറേച്ചർ എങ്ങനെയാണ്? ബിലോ 30 ഡിഗ്രി സെൽഷ്യസ്. ടെമ്പറേച്ചർ ബിലോ 30 ഡിഗ്രി സെൽഷ്യസ്. താപനില 30 ഡിഗ്രിക്ക് താഴെയാണ്. ധാരാളമായി ലഭിക്കുന്ന മഴ. മലനാടിൽ എപ്പോഴും മഴ ഒത്തിരി കിട്ടും. ധാരാളമായി ലഭിക്കുന്ന മഴ. അബൻഡന്റ് റെയിൻഫാൾ. അബൻഡന്റ് റെയിൻഫാൾ. റെയിൻഫാൾ ഒത്തിരിയാണ്, ഒത്തിരി മഴ കിട്ടും. നീർവാർച്ചയുള്ള മണ്ണ്. വെൽ ഡ്രെയിൻഡ് സോയിൽ. അതായത് മണ്ണിൽ വെള്ളം കെട്ടി നിൽക്കില്ല, അതങ്ങ് പോകും. നീർവാർച്ചയുള്ള മണ്ണ്. ഇപ്പോഴും വെള്ളം കിട്ടുകയില്ലേ, എന്നാലും നീർവാർച്ചയുള്ള മണ്ണാണ്. വെൽ ഡ്രെയിൻഡ് സോയിൽ. ഇത്രയും കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ നല്ലതുപോലെ അവിടെ എന്തുണ്ടാകും? കൃഷി ഉണ്ടാകും അല്ലേ? അപ്പോൾ ഹൈലാൻഡ്, മലനാട്. മലനാടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? താപനില 30 ഡിഗ്രി സെൽഷ്യസ് താഴെ. ടെമ്പറേച്ചർ ബിലോ 30 ഡിഗ്രി സെൽഷ്യസ്. ധാരാളമായി മഴ ലഭിക്കും. അബണ്ടന്റ് റെയിൻഫോൾ. നീർവാർച്ചയുള്ള മണ്ണ്. വെൽ ഡ്രെയിൻഡ് സോയിൽ. ഇതാണ് മലനാട്, ഹൈലാൻഡിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ അനുയോജ്യമുള്ള മണ്ണ് ആണെങ്കിൽ, നല്ല കാലാവസ്ഥയും ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വിളകൾ ഏതൊക്കെയാണ്? ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, തേയില, കാപ്പി, ഇതെല്ലാം അവിടെ ഉണ്ടാകും. നിങ്ങൾ കേട്ടിട്ടില്ലേ, മലപ്രദേശങ്ങളിൽ ഏലം ഉണ്ടാവും ഒത്തിരി, കുരുമുളക് ഒത്തിരി ഉണ്ട്, ഇഞ്ചി, മഞ്ഞൾ, ഇതൊക്കെ സുഗന്ധ വിളകളാണ് കേട്ടോ. ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, ഇതൊക്കെ എന്താ? സുഗന്ധ വിളകളാണ്. അതുപോലെ തേയില, കാപ്പി, ഇതൊക്കെ ഒത്തിരി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ വിനോദ പരിപാടികൾക്കൊക്കെ പോയപ്പോൾ കണ്ടിട്ടില്ലേ? തേയിലയൊക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന കണ്ടില്ലേ, മലയുടെ ചരിവിലൊക്കെ. അതെന്താണ്? മലനാട്. തേയില, കാപ്പി, ഇതൊക്കെ ഏലമൊക്കെ കണ്ടിട്ടില്ലേ? ഇങ്ങനെ ചരിഞ്ഞ പ്രദേശത്ത് മലയുടെ ചരിവിലൊക്കെ ഇങ്ങനെ നട്ടുവിട്ടിരിക്കുന്ന കണ്ടിട്ടില്ലേ? അതെ. അപ്പോൾ മലനാട് എന്താണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്? ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, തേയില, കാപ്പി. ഫേവറബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ്. ഹിയർ ദ ക്ലൈമറ്റ് അനുയോജ്യമാണ്, ഫേവറബിൾ ആണ്. ക്ലൈമറ്റ് ഈസ് ഫേവറബിൾ. കാലാവസ്ഥ അനുയോജ്യമാണ്. എന്തിനാ? ഫോർ ദ ഗ്രോത്ത് ഓഫ്. എന്തിൻ്റെ വളർച്ചയ്ക്കാ? ടീ, തേയില, കോഫി, കാപ്പി, ആൻഡ് സ്പൈസ് ഏതൊക്കെയാണ്? കാർഡമം, പെപ്പർ, ജിഞ്ചർ, ടർമറിക്. സ്പൈസ്ഡ് ക്രോപ്സ് ഏതൊക്കെയാണ്? സ്പൈസ് ക്രോപ്സ്, സുഗന്ധവിളകൾ ഏതൊക്കെയാ? കാർഡമം, ഏലം, പെപ്പർ, കുരുമുളക്, ജിഞ്ചർ, ഇഞ്ചി, ടർമറിക്, മഞ്ഞൾ. അപ്പോൾ എന്തിൻ്റെ ഗ്രോത്തിനൊക്കെയാണ്? ടീ, കോഫി, കാർഡമം, പെപ്പർ, ജിഞ്ചർ, ടർമറിക്. ഇതിൻ്റെയൊക്കെ വളർച്ചയ്ക്ക്, നല്ല രീതിയിൽ വിളവ് കിട്ടുവാൻ പറ്റിയ കാലാവസ്ഥയാണ് ഹൈലാൻഡ്, മലനാടിലുള്ളത്. അപ്പോൾ മലനാട് നല്ലതുപോലെ മനസ്സിലായോ? നോക്കി, ജോൺ ജോസഫ് മർഫി. ആരാ? ജോൺ ജോസഫ് മർഫി. ജോൺ ജോസഫ് മർഫി എന്ന് പറയുന്നത് റബ്ബർ കൃഷിയുടെ പിതാവ്. ജോൺ ജോസഫ് മർഫി അതാരാണ്? റബ്ബർ കൃഷിയുടെ പിതാവ്. അയർലൻഡ് സ്വദേശിയാണ്, ഐറിഷ് മാൻ ആണ്. അയർലൻഡ് സ്വദേശി, ഐറിഷ് മാൻ ആയിട്ടുള്ള ധാരാണ് ജോൺ ജോസഫ് മർഫി. എന്തെന്ന് അറിയപ്പെടുന്നേ? ഫാദർ ഓഫ് റബ്ബർ കൾട്ടിവേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ റബ്ബർ കൃഷിയുടെ പിതാവ്, ഫാദർ ഓഫ് റബ്ബർ കൾട്ടിവേഷൻ ആരെന്ന് അറിയപ്പെടുന്നേ? ജോൺ ജോസഫ് മർഫി. പറഞ്ഞേ, ജോൺ ജോസഫ് മർഫിയാണ് റബ്ബർ കൃഷിയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത്. ജോൺ ജോസഫ് മർഫിയാണ് റബ്ബർ കൃഷിയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? സുഹൃത്തുക്കളുടെ കൂടെ പെരിയാറിൻ്റെ തീരത്ത് ആലുവയ്ക്കടുത്ത് 1902 റബ്ബർ കൃഷി തുടങ്ങി. അതുകൊണ്ടാണ് റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. റബ്ബർ കൃഷിയുടെ പിതാവ് ആരാ? ഫാദർ ഓഫ് റബ്ബർ കൾട്ടിവേഷൻ ആരാ? ജോൺ ജോസഫ് മർഫി. ജോൺ ജോസഫ് മർഫി. തെറ്റില്ലല്ലോ? ഇല്ല. അടുത്ത് പഠിക്കേണ്ടത് മിഡ്ലാൻഡ്.
മിഡ്ലാൻഡ് ഇടനാട്. നമ്മൾ മല പഠിച്ചു, മലയുടെ ഇടയ്ക്ക് ഇടനാട്. നമുക്ക് താഴോട്ട് വരാം. ഇടനാട്, മിഡ്ലാൻഡ്, ഇടനാട്. തീരപ്രദേശത്തിനും മലനാടിനും ഇടയിലാണ് ഇടനാട്. മിഡ്ലാൻഡ്, ഇടനാടിന് താഴെ തീരപ്രദേശമുണ്ട്. നമ്മൾ ആദ്യം ഹൈലാൻഡ് പഠിച്ചു, മലയുടെ മുകളിൽ മല. ഓക്കെ, അടുത്ത് മിഡ്ലാൻഡ്, ഇടനാട്. അത് ഓർമ്മിക്കുക. മിഡ്ലാൻഡ്, ഇടനാട്. തീരപ്രദേശത്തിനും മലനാടിനും ഇടയിൽ. ഇനി താഴെ തീരപ്രദേശമുണ്ട് കേട്ടോ. അപ്പോൾ തീരപ്രദേശത്തിനും മുകളിൽ മലനാടിനും ഇടയിലാണ് ഇടനാട്, മിഡ്ലാൻഡ്. തീരപ്രദേശത്തിനും മലനാടിനും ഇടയിലാണ് ഇടനാട്. ദ മിഡ്ലാൻഡ് ഈസ് സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ ദ ലോ ലാൻഡ് ആൻഡ് ദ ഹൈലാൻഡ്. ലോ ലാൻഡ് എന്ന് പറഞ്ഞാൽ തീരപ്രദേശം, ഹൈലാൻഡ് എന്ന് പറഞ്ഞാൽ മലനാട്. അപ്പോൾ ലോ ലാൻഡിനും ഹൈലാൻഡിനും ബിറ്റ്വീൻ, ഇടയിലാണ്. ബിറ്റ്വീൻ ദ ലോ ലാൻഡ് ആൻഡ് ദ ഹൈലാൻഡ്. മിഡ്ലാൻഡ് എവിടെയാണ്? ബിറ്റ്വീൻ ദ ലോ ലാൻഡ് ആൻഡ് ദ ഹൈലാൻഡ്. തീരപ്രദേശത്തിനും മലനാടിനും ഇടയിലാണ് ഇടനാട്. ഏറ്റവും കൂടുതൽ വിളകൾ കിട്ടുന്നത് എവിടെയാണ്? ഇടനാടിലാണ്. ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇതൊക്കെ ഇടനാട്ടിലാണ് കൂടുതൽ കിട്ടുന്നത്. എന്തൊക്കെയാ? ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ. ഭക്ഷ്യധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാലോ എന്തൊക്കെയാണെന്ന്. നെല്ല്, ഗോതമ്പ്, ചോളം, ഇതൊക്കെയത്. പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, തക്കാളി, ഉരുളക്കിഴങ്ങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പച്ചക്കറികൾ. കിഴങ്ങ് വർഗ്ഗങ്ങൾ മരിച്ചീനി, കാച്ചിൽ, ചേന, ഇതൊക്കെയാണ് കിഴങ്ങ് വർഗ്ഗങ്ങൾ. അപ്പോൾ ഈ ഇടനാടിലാണ് ഭക്ഷ്യധാന്യങ്ങളും പച്ചക്കറികളും കിഴങ്ങ് വർഗ്ഗങ്ങളും കൂടുതലുള്ളത്. ദ റീജിയൻ ഇൻ കേരള ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ മോസ്റ്റ് ഡൈവേഴ്സ് ക്രോപ്സ്. ഏതൊക്കെയാണ്? സെറൽസ്. സെറൽസ് എന്ന് പറഞ്ഞാൽ ഭക്ഷ്യധാന്യങ്ങൾ. വെജിറ്റബിൾസ്, പച്ചക്കറികൾ. ട്യൂബർ ക്രോപ്സ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ. ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഏതൊക്കെയാണ്? സെറൽസ്, വെജിറ്റബിൾസ്, ട്യൂബർ ക്രോപ്സ്. സെറൽസ്, വെജിറ്റബിൾസ്, ട്യൂബർ ക്രോപ്സ്. ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ. കൂടുതൽ കിട്ടുന്നത് എവിടെന്നാ? ഇടനാട്ടിൽ നിന്നാണ്. ഓക്കെ, നമ്മൾ സുഗന്ധവ്യഞ്ജനങ്ങളും കാപ്പിയും തേയിലയുമാണ് ഹൈലാൻഡ്, മലനാടിൽ പറഞ്ഞത്. ഇവിടെയാണെങ്കിലോ ഭക്ഷ്യധാന്യങ്ങൾ, സിറൽസ്, പച്ചക്കറികൾ, വെജിറ്റബിൾസ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ട്യൂബർ ക്രോപ്സ്, ഇതൊക്കെ കിട്ടുന്നത് ഇടനാട്ടിലാണ്. തെറ്റോ? ഇല്ല. കേരളത്തിലെ പ്രധാന വാണിജ്യവിള, വാണിജ്യം എന്ന് പറഞ്ഞാൽ മനസ്സിലായി, പൈസയ്ക്ക് വേണ്ടി, പണത്തിന് വേണ്ടി നട്ട് വളർത്തുന്നതാണ് വാണിജ്യവിള. കേരളത്തിലെ പ്രധാന വാണിജ്യവിളയായ റബ്ബർ കൃഷി ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യം മിഡ്ലാൻഡ്. അപ്പോൾ റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യം മിഡ്ലാൻഡ്, ഇടനാടാണ്. This region is suitable for the cultivation of rubber, which is the chief commercial crop of Kerala. ചീഫ് കൊമേഴ്സ്യൽ ക്രോപ്പ്. കൊമേഴ്സ്യൽ ക്രോപ്പ് എന്ന് പറഞ്ഞാൽ വാണിജ്യവിള. അപ്പോൾ വാണിജ്യവിളയായ റബ്ബർ നടാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഏതാ? മിഡ്ലാൻഡ്, ഇടനാടാണ്. കാരണം എന്താ? വിളവെടുപ്പ് തുടങ്ങിയാൽ ഏറെ കാലം വിളവ് ലഭിക്കുന്നത് റബ്ബറിൻ്റെ മേന്മയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? എല്ലാവരും റബ്ബർ കൂടുതൽ നടാനായി തുടങ്ങും. ലോങ് ലാസ്റ്റിംഗ് ഈൽഡാണ് അതിൻ്റെ മെരിറ്റ്. ദ റബ്ബർ ക്രോപ്പ് ഹാസ് ദ മെരിറ്റ് ഓഫ് ലോങ് ലാസ്റ്റിംഗ് ഈൽഡ്. റബ്ബറിൻ്റെ പ്രത്യേകത ഏറെ കാലം വിളവ് ലഭിക്കും. വിളവെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ റബ്ബർ വലുതായി, റബ്ബറിൽ നിന്ന് റബ്ബറിൻ്റെ പാൽ എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി വർഷങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? അതിൽ നിന്ന് റബ്ബറിൻ്റെ പാല് കിട്ടും, ഷീറ്റ് ഉണ്ടാക്കാൻ നമുക്ക് എന്ത് ചെയ്യും? പൈസ കിട്ടും. അപ്പോൾ റബ്ബർ കൊമേഴ്ഷ്യൽ ക്രോപ്പ്, വാണിജ്യവിള. അപ്പോൾ വാണിജ്യവിള റബ്ബറിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം എവിടെയാണ്? മിഡ്ലാൻഡ്, ഇടനാടാണ്. ഹൈലാൻഡ് അല്ല, എവിടെയാ? മലനാടല്ല, എവിടെയാ? മിഡ്ലാൻഡ്, ഇടനാടാണ്. അപ്പോൾ മിഡ്ലാൻഡിൽ 4 കാര്യങ്ങൾ പറഞ്ഞു. സിറൽസ് ഏതൊക്കെയാ? സിറൽസ്, പിന്നെ എന്താണ്? സിറൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, വെജിറ്റബിൾസ്. 3 കിഴങ്ങ് വർഗ്ഗങ്ങൾ, ട്യൂബർ ക്രോപ്സ്. ദെൻ റബ്ബർ. അപ്പോൾ റബ്ബറിന് ഏറ്റവും പറ്റിയ സ്ഥലം എവിടെയാണ്? മിഡ്ലാൻഡ്, ഇടനാടാണ്. റബ്ബറിന്റെ പിതാവ് ആരാ? റബ്ബറിന്റെ പിതാവ്, ഫാദർ ഓഫ് റബ്ബർ, ജോൺ ജോസഫ് മർഫി. ജോൺ ജോസഫ് മർഫി. തെറ്റില്ലല്ലോ. റബ്ബർ എന്തുകൊണ്ടാണ് ആളുകൾ കൃഷി ചെയ്യുന്നത്? എല്ലാ സാധാരണ കൃഷികളും മാറ്റിയിട്ട് എന്തുകൊണ്ടാണ് വാണിജ്യവിളയായി റബ്ബർ കൃഷി ചെയ്യുന്നത്? വിളവെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഏറെ കാലം വിളവ് ലഭിക്കും. ലോങ് ലാസ്റ്റിംഗ് ഈൽഡാണ്. ഓക്കെ, നെക്സ്റ്റ് ലോ ലാൻഡ്. നമുക്ക് താഴേക്ക് വരാം. തീരപ്രദേശം. തീരം എന്ന് പറഞ്ഞാൽ അറിയാലോ, കടൽ തീരം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ?
തീരപ്രദേശം ലോ ലാൻഡ്. ഓക്കെ, ആദ്യം നമ്മൾ പഠിച്ചത് ഹൈലാൻഡ് മലനാട്, എന്നിട്ടോ ഇടനാട് മിഡ്ലാൻഡ്, ഏറ്റവും താഴെ ലോ ലാൻഡ് തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നും അധികം ഉയരമില്ലാത്ത പ്രദേശമാണ് തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നും അധികം ഉയരമില്ല, സമുദ്രം അങ്ങ് താഴ്ന്നാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഉയരത്തിൽ അങ്ങ് കിടക്കുന്നതാണ് തീരപ്രദേശം. അതിൻ്റെ മുകളിലാണ് ഇടനാട്, അതിൻ്റെ മുകളിലാണ് ഏതാ ഹൈലാൻഡ് മലനാട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചരിഞ്ഞാണ്, അങ്ങനെ ഒന്ന് കേരളം എങ്ങനെയാണ് കണ്ടില്ലേ, ചരിഞ്ഞിട്ടാണ്, അങ്ങനെ ഒന്ന് ഓർമ്മിക്കുക. അപ്പോൾ ഏറ്റവും താഴെ എന്താണ് ലോ ലാൻഡ് തീരപ്രദേശം. ടീച്ചർ പറഞ്ഞതുപോലെ മുകളിലും താഴേക്ക് അങ്ങനെ അല്ല കേട്ടോ, ടീച്ചർ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, തീരപ്രദേശം ലോ ലാൻഡ്. തീരപ്രദേശം നമുക്ക് എങ്ങനെ പറയാം? സമുദ്രനിരപ്പിൽ നിന്നും അധികം ഉയരമില്ല. ദ ലോ ലാൻഡ് ലൈസ് ക്ലോസ് ടു സീ ലെവൽ. സീ ലെവലിന് അടുത്താണ് ലോ ലാൻഡ്. ദ ലോ ലാൻഡ് ലൈസ്, ലോ ലാൻഡ് എവിടെയാണ് കിടക്കുന്നത്? ക്ലോസ് ടു സീ ലെവൽ. സീ ലെവലിന് അടുത്താണ്, അധികം ഉയരമില്ലാതെ സീ ലെവലിൻ്റെ അതേ ഒരു രീതിയിൽ കുറച്ചുകൂടെ ഉയരത്തിൽ ഇങ്ങനെ കിടക്കുന്നതാണ് ലോ ലാൻഡ്. ഓക്കെ, സോറി, തീരപ്രദേശം ലോ ലാൻഡ്. ദ ലോ ലാൻഡ് ലൈസ് ക്ലോസ് ടു സീ ലെവൽ. സമുദ്രനിരപ്പിൽ നിന്നും അധികം ഉയരമില്ലാത്തത് ഏതാ? തീരപ്രദേശം. ഇനി അവിടുത്തെ എന്തൊക്കെയാണ് കൃഷി? അവിടെ ഏറ്റവും കൂടുതൽ എക്കൽ മണ്ണുണ്ട്. എന്താ ഉള്ളത്? എക്കൽ മണ്ണ്. എക്കൽ മണ്ണെന്ന് പറഞ്ഞാൽ അലുവിയൽ സോയിൽ. അലുവിയൽ സോയിൽ എന്ന് പറഞ്ഞാൽ എന്താ? എക്കൽ മണ്ണ്. അലുവിയൽ സോയിൽ, എക്കൽ മണ്ണ്. അലുവിയൽ സോയിൽ ഇൻ ദ ലോ ലാൻഡ്സ്. അലുവിയൽ സോയിൽ ഇൻ ദ ലോ ലാൻഡ്സ്. അവിടെ എക്കൽ മണ്ണ് കൂടുതലാണ്. അതുകൊണ്ട് എന്താ? നെൽകൃഷി. പിന്നെ തീരപ്രദേശമാകുമ്പോൾ കടലിൽ ഉപ്പുള്ളതല്ലേ, അപ്പോൾ ഒരു ഉപ്പിൻ്റെ ഒരു രസം ഉണ്ടാവും അവിടുത്തെ മണ്ണിന്, എക്കൽ മണ്ണിന്. അതുകൊണ്ട് തെങ്ങ് കൃഷിക്കും അനുകൂലം. നെൽകൃഷി, തെങ്ങ് കൃഷി. അപ്പോൾ താഴ്ന്ന ഇടങ്ങളെന്ന് പറഞ്ഞാൽ എവിടേക്കാണ് താഴ്ന്ന ഇടങ്ങൾ? സീ ലെവലിനോട് അടുത്ത് വരുന്ന പ്രദേശങ്ങളല്ലേ. അപ്പോൾ അവിടെ എന്താണ്? എക്കൽ മണ്ണാണ് കൂടുതൽ. എക്കൽ മണ്ണിന് എന്തുണ്ട്? ഉപ്പ് രസമുണ്ട്. ഉപ്പ് രസമുള്ളത് ഏത് കൃഷിക്ക് അനുകൂലമാണ്? തെങ്ങ് കൃഷിക്ക്, കോക്കനട്ട് ട്രീസിനാണ്. ഓക്കെ, അപ്പോൾ സലൈൻ അലുവിയൽ സോങ്. സലൈൻ എന്ന് പറഞ്ഞാൽ ഉപ്പ് രസം. സലൈൻ അലുവിയൽ സോയിൽ, ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ്. സലൈൻ അലുവിയൽ സോയിൽ, ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ്. അതെവിടെയാണ്? കോസ്റ്റൽ സ്ട്രെച്ചസിലാണ് ഉള്ളത്. ഫോർ കോക്കനട്ട് ട്രീസ്. അത് എന്തിനു നല്ലതാണ്? കോക്കനട്ട് ട്രീസിന്. അപ്പോൾ തീരപ്രദേശം ലോ ലാൻഡിൽ ഏറ്റവും കൂടുതലുള്ളത് നെൽകൃഷി, തെങ്ങ് കൃഷി. കാരണം അവിടുത്തെ മണ്ണ് എക്കൽ മണ്ണ്. തെങ്ങ് കൃഷിക്ക് അനുയോജ്യം ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ്, സലൈൻ അലുവിയൽ സോയിൽ. അപ്പോൾ അലുവിയൽ സോയിലാണ് ലോ ലാൻഡ്സിന് കൂടുതലുള്ളത്. എന്തിനു വേണ്ട? പാഡി കൾട്ടിവേഷൻ. പാഡി കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നെൽകൃഷി. അലുവിയൽ സോയിൽ ഇൻ ദ ലോ ലാൻഡ്സ് ആർ ഐഡിയൽ ഫോർ പാഡി കൾട്ടിവേഷൻ. സലൈൻ അലുവിയൽ സോയിൽ, ഉപ്പ് രസമുള്ള അലുവിയൽ സോയിൽ, ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ് നമ്മുടെ കോക്കനട്ട് ട്രീസിന്, തെങ്ങ് കൃഷിക്കും അനുകൂലമാണ്. പഠിച്ചോ? ഈസി അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. ഹൈലാൻഡ് മലനാട്ടിൽ എന്തൊക്കെയുണ്ട്? സുഗന്ധവ്യഞ്ജനങ്ങൾ ഏതൊക്കെയാ? വ്യഞ്ജനങ്ങൾ ഏതൊക്കെയാ? ഇഞ്ചി, വേറെ കുരുമുളക്, സുഗന്ധവ്യഞ്ജനം അല്ലാതെ ഏതുണ്ട്? കാപ്പി, തേയില, ഓർമ്മയില്ലേ? ഏലം. അതൊക്കെയാണ് എവിടെയുള്ളത്? ഹൈലാൻഡ് മലനാടിലുള്ളത്. ഇനി താഴോട്ടിറങ്ങി വന്നേ, ഇടനാട്ടിലോട്ട് വന്നേ. അവിടെ എന്തൊക്കെയാണുള്ളത്? സിറൽസ് ഉണ്ട്, പച്ചക്കറികളുണ്ട്, പിന്നെ എന്തുണ്ട്? ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, വെജിറ്റബിൾസ്. അടുത്തെന്താ ഉള്ളേ? റബ്ബറില്ലേ? യെസ്, റബ്ബറൊക്കെ ഉണ്ടല്ലേ. ട്യൂബർ ക്രോപ്സ് ഇല്ലേ? കിഴങ്ങ് വിളകളില്ലേ? യെസ്. തീരപ്രദേശത്തോട്ട് ഇറങ്ങി വന്നേ, കുറച്ചുകൂടി താഴോട്ട് വന്നേ, ലോ ലാൻഡിൽ വന്നേ. സമുദ്രനിരപ്പിൽ നിന്ന് അധികം ഉയരമില്ല. അവിടെ എന്താണ് മണ്ണ്? എക്കൽ മണ്ണ്. എക്കൽ മണ്ണ് എന്തിനു അനുയോജ്യം? പേഡി കൾട്ടിവേഷൻ, നെല്ലിന്. പിന്നെ സലൈൻ, ഉപ്പ് രസമുള്ള എക്കൽ മണ്ണോ സലൈൻ അലുവിയൽ സോയിൽ എന്തിനാണ് അനുയോജ്യം? തെങ്ങ് കൃഷിക്ക്. പഠിച്ചില്ലേ? നല്ലതുപോലെ മനസ്സിലായില്ലേ? യെസ്. അടുത്തതിലോട്ട് പോയാലോ? പോകാം. ഇനി കർഷകർ ഈ കൃഷി വിട്ടിട്ട് മറ്റു തൊഴിലുകൾ ചെയ്യാൻ തുടങ്ങി. അതെന്തുകൊണ്ടാ? കർഷകർ മറ്റു തൊഴിലുകളിലേക്ക് മാറാൻ നിർബന്ധിതരായത് എങ്ങനെയാ? ഈ വിളകൾ സമൃദ്ധമായി കൃഷി ചെയ്തിരുന്ന തീരപ്രദേശങ്ങൾ കാലക്രമേണ ജനവാസ കേന്ദ്രങ്ങളായി മാറാൻ തുടങ്ങി. ട്രാൻസ്ഫോംഡ് ഇൻറ്റു സെറ്റിൽമെന്റ്സ്. വൈഡ്ലി കൾട്ടിവേറ്റഡ് പ്ലേസ് ഒക്കെ എന്തായി? ഗ്രാജുവലി ഗോട്ട് ട്രാൻസ്ഫോംഡ് ഇൻറ്റു സെറ്റിൽമെന്റ്സ്. ട്രാൻസ്ഫോംഡ് ഇൻറ്റു സെറ്റിൽമെന്റ്സ്, വാസസ്ഥലങ്ങളായിട്ട് മാറാൻ തുടങ്ങി. ഇപ്പോൾ ജനവാസ കേന്ദ്രങ്ങളായിട്ട് ഈ തീരപ്രദേശത്തെ മേഖലകൾ മാറാൻ തുടങ്ങി. ഇത് കൃഷിഭൂമിയുടെ അളവിൽ കാര്യമായ കുറവുണ്ടാക്കി. അപ്പോൾ കൃഷിഭൂമി കുറഞ്ഞില്ലേ?
കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ആളുകൾ താമസിക്കാൻ തുടങ്ങി, അവരുടെ സ്ഥലമൊക്കെ വസ്തുവൊക്കെ ആക്കി മാറ്റി. അപ്പോൾ കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങൾ കുറഞ്ഞു. This led to a significant reduction in agricultural land. അങ്ങനെ അവിടെ agricultural land കുറഞ്ഞു. Reduction in agricultural land transformed into settlements. അങ്ങനെ എന്ത് സംഭവിച്ചു? Reduction in agricultural land. Agricultural land കുറഞ്ഞു. വിത്ത് വളം തുടങ്ങിയവയിലെ വില വർധനവ് കൃഷി ആദായകരമല്ലാതായി. വിത്തും വളവും വില വർദ്ധിച്ചപ്പോൾ എന്താണ്? കൃഷി ചെയ്ത് കിട്ടുന്ന അതിനും വില കുറവാണ്. അപ്പോൾ എന്താണ്? ആദായകരമല്ലാതായി മാറി. കോസ്റ്റ് ഓഫ് എന്തിൻ്റെ കോസ്റ്റൊക്കെയാണ്? ദ പ്രൈസ് ഓഫ് സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, ദ ഹൈക്ക് ഇൻ ദ പ്രൈസ് എന്ന വില വർധന ഓഫ് സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ് വിത്തിനും വളത്തിനും. ആൻഡ് ദ കോസ്റ്റ് ഓഫ് ലേബർ മെയ്ഡ് അഗ്രികൾച്ചർ ലെസ് പ്രോഫിറ്റബിൾ ആയി. അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ലെസ് പ്രോഫിറ്റബിൾ, അധികം വരുമാനം ആദായകരമല്ലാത്തതായിട്ട് മാറി. ഇതുമൂലം കർഷകർ മറ്റു തൊഴിലുകളിലേക്ക് മാറാൻ നിർബന്ധിതരായി. ഇങ്ങനെയാണ് ഫാർമേഴ്സ് മറ്റുള്ള ജോലികൾ നോക്കി മറ്റ് സെക്ടറിലൊക്കെ പോകാനായിട്ട് തുടങ്ങിയത്. മനസ്സിലായോ? ഇപ്പം കൃഷി മാറി മറ്റു തൊഴിലുകളിലേക്ക് ആളുകൾ മാറാൻ തുടങ്ങിയത് എങ്ങനെ എന്നൊരു ചോദ്യം വന്നാൽ, കൃഷി സ്ഥലങ്ങളിൽ ആളുകൾ ജനവാസ കേന്ദ്രങ്ങളാക്കി മാറ്റി, സെറ്റിൽമെൻറ്റ് തുടങ്ങി. എന്നിട്ടോ വിത്തും വളമൊക്കെ വില വർദ്ധിച്ചു. ഹൈക്ക് ഇൻ ദ പ്രൈസ് ഓഫ് സീഡ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. അതങ്ങനെ കൃഷി എന്തായി? ലെസ് പ്രോഫിറ്റബിൾ, ആദായകരമല്ലാതായി മാറി. അങ്ങനെ കർഷകർ മറ്റു തൊഴിലുകൾ, ഇതിൽ നിന്ന് ആദായം കിട്ടാതെയപ്പോൾ മറ്റു തൊഴിലുകൾ അവർ നോക്കാനായിട്ട് തുടങ്ങി. ഇനി പഴഞ്ചൊല്ലുകൾ. നമ്മുടെ നാട്ടിലെ ചില പഴഞ്ചൊല്ലുകളുണ്ട്, കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ. എന്തൊക്കെയാണ്? ഇതിൽ നിന്ന് ഒരെണ്ണം ചോദിച്ചിട്ടുണ്ട്, ഒരു പഴഞ്ചൊല്ല് എഴുതാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിലേതെങ്കിലും ഒന്ന് പഠിച്ചിട്ട് പോവാ. കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പിയിലും മാണിക്യം, കുംഭത്തിൽ നട്ടാൽ കുടത്തോളം ചേന, മീനത്തിൽ നട്ടാലോ മീൻ കണ്ണിനോളം. ഇങ്ങനെയൊക്കെയുണ്ട്. ഇതിൽ ഏറ്റവും എളുപ്പം ഏതാ? തിരുമുറിയാതെ തിരുവാതിര ഞാറ്റുവേല, കുംഭത്തിൽ നട്ടാൽ കുടത്തോളം ചേന. എളുപ്പമാണോ? കുംഭത്തിൽ നട്ടാൽ കുടത്തോളം ചേന. മീനത്തിൽ നട്ടാലോ മീൻ കണ്ണിനോളം. മലയാള മാസങ്ങൾ കുംഭം, മീനം. ഓക്കെ, അപ്പോൾ മീനത്തിൽ നട്ടാലോ മീൻ കണ്ണിനോളം. മീനത്തിൽ നട്ടാലോ, മീൻ ഓർമ്മയിരിക്കുമല്ലോ, ഇന്നിനെ മാറ്റി ന്യായാക്കിയാൽ മതി. മീനത്തിൽ നട്ടാലോ മീൻ കണ്ണിനോളം. അപ്പോൾ എന്താ? കുംഭത്തിൽ നട്ടാൽ കുടത്തോളം ചേന, മീനത്തിൽ നട്ടാലോ മീൻ കണ്ണിനോളം. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പഠിച്ചു വെക്കാം കേട്ടോ. ഇനി ലാസ്റ്റ് ഭാഗത്തിലേക്ക് നമ്മൾ പോവാണ്. കേരള സർക്കാർ നമ്മുടെ ഈ പച്ചക്കറിയും സുഗന്ധവിളം, കൂണിനങ്ങൾ, ഇതൊക്കെ എന്താണ് നമ്മൾ ഈ കൃഷി നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള 2 പ്രവർത്തനങ്ങളാണ്. ഒന്ന് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ. അപ്പോൾ എന്താണ്? നല്ല രീതിയിൽ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും സുഗന്ധവിളകളും ഔഷധങ്ങളും തേനീച്ച വളർത്തലും ഇതൊക്കെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കേരള സർക്കാരിൻ്റെ 2 പദ്ധതികൾ ഏതൊക്കെയാണ്? ഒന്ന് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള, VFPCK. VFPCK എന്ന് പറഞ്ഞാൽ എന്താ? വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള. രണ്ടാമത് എന്താണ്? തേനീച്ച കൃഷിക്കും അതുപോലെ പഴങ്ങൾ, പച്ചക്കറി, സുഗന്ധവിളകൾ, ഔഷധ സസ്യങ്ങൾ ഇവയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കേരള സംസ്ഥാനത്തിൻ്റെ ഒരു പദ്ധതിയാണ് ദ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ എന്തിനാണ്? സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനും വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലും കേരളയും എന്തിനാണ്? പച്ചക്കറിയും വെജിറ്റബിളും മറ്റ് കൃഷികളൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കേരള സർക്കാരിൻ്റെ സ്ഥാപനങ്ങളാണ്. ഓക്കെ, ഇനി ചില നൂതന കൃഷി രീതികൾ ഏതൊക്കെയാണ്? മോഡേൺ അഗ്രികൾച്ചറൽ ടെക്നിക്സ് ഏതൊക്കെയാണ്? ഹരിതഗൃഹ കൃഷി, ഗ്രീൻ ഹൗസ് ഫാമിംഗ്, കൃത്യാദ കൃഷി, പ്രിസിഷൻ ഫാമിംഗ്, ഫെർട്ടിഗേഷൻ. ഇപ്പോൾ 3 ആധുനിക കൃഷി രീതികളുണ്ട്, അഗ്രികൾച്ചറൽ ടെക്നിക്സ് 3 ഹരിതഗൃഹ കൃഷി എന്ന് പറഞ്ഞാൽ കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ അവയെ വളർത്തുന്ന രീതിയാണ്. പച്ച കളറിൽ കണ്ടിട്ടില്ലേ? അതെന്താണ്? അവിടെ തണുപ്പ് കൂടുതലായിരിക്കും. ഇപ്പോൾ തണുപ്പ് കൂടുതലുള്ളതിനാൽ വിളകൾ നശിച്ചു പോകാതിരിക്കാൻ ഗ്രീൻ ഹൗസ് പോലെ ചെടികൾക്ക് വേണ്ടി മേൽക്കൂര നിർമ്മിക്കും. അതാണ് ഹരിതഗൃഹ കൃഷി, ഗ്രീൻ ഹൗസ് ഫാമിംഗ്.
ഓക്കെ, ഗ്ലാസ് റൂഫ്ഡ് റൂംസ് ആണ്, ഗ്ലാസ് റൂഫ്ഡ് റൂംസ് ആണ് ഗ്രീൻ ഹൗസ് ഫാമിംഗ്. അതാണ് സ്ഫടിക മേൽക്കൂര, ഗ്ലാസ് മേൽക്കൂര. കൃത്യതാ കൃഷി എന്ന് പറഞ്ഞാൽ എന്താ? പ്രിസിഷൻ ഫാമിംഗ്. പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്തും ആവശ്യമായ പരിചരണം കൃത്യമായ അളവിൽ നൽകുന്ന കൃഷി രീതി. ഓക്കെ, അങ്ങനെ ഓരോ പ്രദേശത്തും അവിടുത്തെ മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്തും എന്താണോ വേണ്ടത് ആ രീതിയിൽ നമ്മൾ കൊടുത്ത് വളർത്തിയെടുക്കുന്നതാണ് കൃത്യതാ കൃഷി, പ്രിസിഷൻ ഫാമിംഗ്. മൂന്നാമത് ഫെർട്ടിഗേഷൻ എന്ന് പറഞ്ഞാൽ വെള്ളം ഡ്രിപ്പറിലൂടെ ഇങ്ങനെ ചെറിയ ചെറിയ ഡ്രോപ്പായിട്ട് ഇങ്ങനെ കൊടുക്കും. കണ്ടിട്ടുണ്ടോ? വലിയൊരു ട്രിപ്പർ, വലിയൊരു ഇങ്ങനെ ഓസ് പോലത്തെ ചെറിയ സാധനം ഇല്ലേ, അതിലെന്ത് ചെയ്യും? ചെറിയ ചെറിയ ഡ്രോപ്പായിട്ട് വെള്ളം കണികാരൂപത്തിൽ ഇങ്ങനെ വീഴും. വെള്ളവും അതുപോലെ എന്താണ് വളവും ഇങ്ങനെ കൊടുക്കും, ചെടിക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. അത് ഫെർട്ടിഗേഷൻ. ഫെർട്ടിഗേഷൻ ഇസ് ദ മെത്തേഡ് ഓഫ് ഗിവിങ് വാട്ടർ ആൻഡ് മാനുവർ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ്. ഡ്രോപ്പായിട്ട് ഇങ്ങനെ അവിടെ ചെറിയൊരു സ്ഥലം ഉണ്ടാവും, ആ ചെടിയുടെ ചുവട്ടിൽ എന്ത് ചെയ്യും? അതിങ്ങനെ ഡ്രോപ്പ് കണിക ഇങ്ങനെ വെള്ളം തുള്ളിയായിട്ട് ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും. അതാണ് ഫെർട്ടിഗേഷൻ. അപ്പോൾ 3 രീതി. ഒന്ന് ഗ്രീൻ ഹൗസ് ഫാമിംഗ്, അവിടെ ഗ്ലാസ് മേൽക്കൂര, ഗ്ലാസ് റൂഫായിരിക്കും. കൃത്യത കൃഷി എന്ന് പറയുക പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സോയിലും അവിടുത്തെ എന്താണോ അവിടുത്തെ കാര്യങ്ങൾ അതെല്ലാം കൃത്യമായിട്ട് കൊടുത്തുണ്ടാക്കുന്നതാണ് കൃത്യത കൃഷി, പ്രിസിഷൻ ഫാമിംഗ്. 3 ഫെർട്ടിഗേഷൻ, ഡ്രോപ്പ് ബൈ ഡ്രോപ്പ്, കണികയുടെ രൂപത്തിൽ വെള്ളം കൊടുക്കുന്നതാണ് ഫെർട്ടിഗേഷൻ. ഓക്കെ, അത് മനസ്സിലായില്ലേ? അവസാനം ഓർമ്മിക്കേണ്ടത് കർഷക ദിനം എന്നാണ്? ചിങ്ങം 1. ഫാർമേഴ്സ് ഡേ എന്നാണ്? ചിങ്ങം 1. ഫാർമേഴ്സ് ഡേ ചിങ്ങം 1. അപ്പോൾ ടീച്ചർ 3ാമത്തെ പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പഠിപ്പിച്ചിട്ടുണ്ട്. യൂണിറ്റ് 1, യൂണിറ്റ് 2, അടുത്ത് ബാക്കി യൂണിറ്റ് 4 ഇല്ലേ, അതൊക്കെ എന്ത് ചെയ്യും? പാർട്ട് 1, പാർട്ട് 2 വരുന്നുണ്ട്, നാളെ വരുന്നുണ്ട്. എല്ലാവരും പഠിച്ചിട്ടേ പോകാവൂ കേട്ടോ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18 ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18 നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്.